ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖായിരിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇന്ന് നമ്മൾ ക്രിസ്മസ് സീരീസിലുള്ള 13ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം വെച്ചിട്ട് ഒന്നല്ല കേട്ടോ, 2 ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള റിംഗ് ആണ്. അപ്പോൾ ഇത് മാസ്കിംഗ് ടേപ്പിൻ്റെ റിംഗ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മാസ്കിംഗ് ടേപ്പിൻ്റെ അതില്ലാന്നുണ്ടെങ്കിൽ സെല്ലോ ടൈപ്പിൻ്റെ ഒക്കെ റിംഗ് ഇതേപോലുള്ളത് എടുക്കുക. എന്നിട്ട് ഞാനിവിടെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഈ ഒരു റിംഗ് വെച്ചിട്ട് ഒന്ന് അതേ ഒരു ഷേപ്പിൽ ഒരു റൗണ്ട് ഷേപ്പ് ഒന്ന് കാർഡ്ബോർഡിൽ നിന്ന് അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഈ ഒരു കാർഡ്ബോർഡിൻ്റെ പീസിലേക്ക് ആ ഒരു റിംഗ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു താഴൊരു ഇതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു ബേസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒട്ടിച്ചൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് വേണമെങ്കിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് സ്റ്റിക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ ഫെവിക്കോൾ അതിൻ്റെ ഒരു പുറത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ ജൂട്ട് തടി വെച്ചിട്ട് ആ ഒരു റിങ് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് ആദ്യം ആ ഒരു താഴെ ഭാഗത്ത് ആ ഒരു പീസ് കാണാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് തന്നെ റോൾ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ മേലെ വരെ റോൾ ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പിരിച്ചിട്ട് റോൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ടൈപ്പ് റിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഹൈറ്റ് ആയിട്ടുള്ള ഒരു റിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വലിയൊരു ഇതായിട്ട് കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാനത് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ഒരു അകത്തും കുറച്ചിങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ലാമിനേഷൻ ചെയ്ത പോലെ ഇത് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ ഡ്രൈ ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു കുഞ്ഞൊരു വേസ് പോലെ ഇരിക്കുന്നുണ്ട് അല്ലേ. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എക്സ്ട്രാ വരുന്നൊരു ത്രെഡൊക്കെ ഉണ്ടാവില്ല നമ്മൾ ആ ജൂട്ട് ത്രെഡിൻ്റെ മേലെ. അപ്പോൾ അതൊന്ന് ഞാൻ ലൈറ്റർ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ബേൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് പിസ്തയുടെ ഷെല്ലാണ്. അപ്പോൾ നമ്മളത് പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ റെഡ് കളർ ആക്രിലി പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ചിട്ട് ഞാൻ നേരത്തെ പെയിൻറ്റൊക്കെ ചെയ്ത് കുറച്ച് ഷെല്ല് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 6 ഷെല്ലാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 എണ്ണം വലുതും ഒരു 3 എണ്ണം ചെറുതും. അപ്പോൾ നമ്മളിത് ആ ഒരു റിങ്ങിലേക്കൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിബോണ്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഷെൽസ് വെച്ചിട്ടൊരു ക്രിസ്മസ് തീമിലുള്ള ഒരു ഫ്ലവർ പോലെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒട്ടിച്ചെടുക്കുകയാണ്. ഒരു പോയിൻസേഷ്യ ഫ്ലവർ ഇല്ല. അപ്പോൾ അതുപോലെ ഒരു 3 വലിയ പെറ്റൽസ് പോലെ ചെയ്തിട്ട് അതിൻ്റെ ഒരു സെൻറ്ററിലായിട്ട് വേറെ ചെറുത് 3 എണ്ണം. അപ്പോൾ അങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഈ ഒരു ടൈപ്പ് ഫ്ലവർ ആയതുകൊണ്ട് എനിക്കത്ര ഇഷ്ടമായിട്ടില്ല കേട്ടോ. പക്ഷേ നമ്മൾ ക്രിസ്മസിൻ്റെ ആ ഒരു രീതിയിലാകുമ്പം റോസ് പൂവിൻ്റെ പോലെ ചെയ്യുമ്പോൾ അത്രക്കൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റോസിൻ്റെ ആ ഒരു ഫ്ലവർ പോലെ വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രീൻ കളർ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു 2 സിമ്പിളായിട്ടൊരു ലീഫും കൂടെ കട്ട് ചെയ്തിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഫോം ഷീറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ പേപ്പറോ അല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ്സൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ലീഫും കൂടി ഒട്ടിച്ചെടുത്തപ്പം നല്ലൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് കുറച്ചും കൂടി ഡെക്കറേഷൻസ് ബാക്കിയുണ്ട്. അപ്പോൾ നമുക്കത് ലാസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അടുത്ത ഒരു ക്രാഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഇതിൽ നിന്ന് ഒരു റൗണ്ട് ഷേപ്പ് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഐസ്ക്രീമിൻ്റെ ക്യാപ്പ് ഉണ്ടല്ലോ ആ ഒരു സൈസിലാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്കൊരു ഫാബ്രിക്കാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ക്രിസ്മസിൻ്റെ ആ ഒരു തീമിലുള്ള ഇങ്ങനെ ചെക്കുകളൊക്കെ ആയിട്ടുള്ളത് റെഡ് ബ്ലാക്ക് പിന്നെ അതുപോലെ റെഡ് വൈറ്റ് അല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഗ്രീന് ബ്ലാക്ക്. അപ്പോൾ അങ്ങനെ ചെക്കായിട്ടുള്ള ഫാബ്രിക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു പഴയൊരു ഡ്രസ്സിൻ്റെതാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു ക്രിസ്മസിൻ്റെ ഒരു തീമിൽ റെഡും വൈറ്റും ബ്ലാക്കും കൂടെ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ചെക്ക് ഉള്ളതാണ്. അപ്പോൾ ആ ഒരു ഷീറ്റ് ഞാൻ ഈ ഒരു സൈസിലേക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം. എന്നിട്ട് നമ്മളതിങ്ങനെ ഫെവിക്കോൾ വെച്ചിട്ട് ഈ ഒരു കാർഡ്ബോർഡിൻ്റെ പീസിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒട്ടിക്കുന്ന സമയത്ത് ചുളിവുകളൊക്കെ ഇല്ലാതെ നല്ല നീറ്റായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുക. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ജൂട്ട് ത്രെഡാണ്. അപ്പോൾ നമ്മൾ ജൂട്ട് ത്രെഡ് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഈ ഒരു കാർഡ്ബോർഡിലേക്കൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ചെക്കിൻ്റെ ഒരു പീസ് ഇത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലേക്കൊക്കെ വേറൊരു ഡാർക്ക് കളറാണ്. അപ്പോൾ അതങ്ങനെ ആകുമ്പോൾ അത്രക്കൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗം മറയ്ക്കുന്ന രീതിയിലാണ് ഞാൻ ജൂട്ട് ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ആ ഒരു പീസ് കുറച്ച് വലിയ പീസാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു റൗണ്ട് ഷേപ്പ് കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചുറ്റുഭാഗത്ത് ഇങ്ങനെ ഫെവിക്കോൾ വെച്ചിട്ട് ജൂട്ട് ത്രെഡ് ഒന്ന് 2-3 ലെയറായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് ആ ഒരു നടുക്കുള്ള ഒരു സൈഡിലുള്ള ഒരു പിങ്ക് കളർ ഉണ്ടല്ലോ. അപ്പോൾ അതിങ്ങനെ ഒന്ന് കാണാതെ ഒരു നടുക്കുള്ളത് ഭാഗത്ത് മാത്രമായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നന്നായിട്ട് അത് സ്റ്റിക്കായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു റൗണ്ട് ഷേപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് നടുക്ക് ഭാഗം. അപ്പോൾ എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ അതിനൊരു ലൈറ്റർ വെച്ചിട്ട് ഇതിൻ്റെ ഒരു എക്സ്ട്രാ ഉള്ള ഒരു ത്രെഡൊക്കെ ഒന്ന് ഇങ്ങനെ റിമൂവ് ചെയ്യാണ്. ഇപ്പോൾ നല്ലൊരു ക്രിസ്മസിൻ്റെ ആ ഒരു തീമിലുള്ള കളറൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഫ്രെയിം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചും കൂടെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പഴയ ഫ്ലവേഴ്സിൻ്റെ ലീവ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നിങ്ങനെ എടുത്തിട്ടുണ്ട്.
അപ്പോൾ അത് നമ്മൾ ഇതിലേക്കൊരു 3 ടൈപ്പ് കളറുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അത് മാച്ച് ആവുന്നത് കുറച്ചും കൂടി ഈ ഇതാണ്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ബാക്കിലുണ്ടാവില്ല ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ ഒരു ഫ്ലവർ ഒന്ന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ ഫെവിബോണ്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫെവിക്കോൾ യൂസ് ചെയ്യാം, പെട്ടെന്ന് തന്നെ സ്റ്റിക്കായിട്ടൊക്കെ കിട്ടും. അങ്ങനെ ആ ഒരു ലീഫ് നമ്മൾ ഒട്ടിച്ചൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി അതിൻ്റെ മേലെ അതുപോലെ ഇങ്ങനെ വൈറ്റ് ഇതായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലൊരു ഭംഗിയാണ് ക്രിസ്മസിൻ്റെ ആ ഒരു രീതിയിലേക്ക്. അപ്പോൾ അത് ഞാനൊരു 2 പീസ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ കയ്യിലുള്ള മെറ്റീരിയൽസൊക്കെ എന്തൊക്കെയാണ് ആ ഒരു ക്രിസ്മസിൻ്റെ ആ ഒരു തീമിലേക്ക് മാച്ച് ആകുന്നതെന്നുള്ളത് നോക്കിയിട്ട് അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനിവിടെ അലുമിനിയം ഫോയിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോളാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ബണ്ടിൽ പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ കുറേ ക്രാഫ്റ്റിന് ചെയ്തിട്ടുള്ളതാണ് ക്രിസ്മസിൻ്റെ ഒക്കെ. അപ്പോൾ അത് ഞാനൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തുള്ളത് ബട്ടർ ഫ്രൂട്ടിൻ്റെ സീഡാണ് കേട്ടോ. ഇത് കുറച്ചൊരു വലിയൊരു സീഡാണ്. അപ്പോൾ നമുക്ക് ക്രിസ്മസിൻ്റെ ആ ഒരു ചെറിയുടെ ഒക്കെ ഒരു തീമിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞാൻ റെഡ് കളർ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം നിങ്ങളുടെ കയ്യിലിപ്പോൾ അങ്ങനെ കുറച്ച് വലിയ സീഡ്സ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വലിയ ബീഡ്സ് ഒക്കെ വേണമെങ്കിൽ റെഡ് കളർ പെയിൻ്റ് ഒക്കെ ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ആവട്ടെ കേട്ടോ. ആ ഒരു സമയത്തേക്ക് നമ്മളെ കയ്യിൽ ഇങ്ങനെ 2-3 ബോൾസും കൂടെ ഉണ്ട് അലുമിനിയം ഫോയിലിൻ്റെ. അപ്പോൾ അതൊന്നിങ്ങനെ ആ ഒരു ഫസ്റ്റത്തെ ഒരു ക്രാഫ്റ്റിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതും കൂടി ഒട്ടിച്ചെടുത്തപ്പം നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ഒരു റെഡും ഗ്രീനും സിൽവറൊക്കെ ആയിട്ട് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു വലിയ സൈഡിലേക്ക് ഞാൻ കുറച്ചും കൂടെ ഇങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് ഗ്ലിറ്റർ പൗഡറും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഒരു നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്നും വേണമെന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിലുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയും കൂടി ചെയ്തപ്പോൾ നല്ലൊരു ഗ്ലിറ്ററൊക്കെ വന്നപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇനി ഇതിൽ ആ ഒരു റെഡ് കളർ ആ ഒരു സീഡ്സിന് പകരം നിങ്ങൾക്ക് ഇതുപോലെ റെഡ് കളർ ബോൾസൊക്കെ ഉണ്ടാവുമല്ലോ ക്രിസ്മസിൻ്റെ, ആ ഒരു ബോൾസൊക്കെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ പിസ്തയുടെ ഷെല്ല് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ട് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ച് കൊടുത്താൽ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. ഇനി ഞാനിതിൽ കുറച്ചും കൂടെ നിങ്ങൾ ഡെക്കറേഷൻസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റെ കയ്യിൽ കുറച്ച് ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു റെയിൻഡിയറിൻ്റെതാണ്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഇങ്ങനെ മാച്ച് ആവുന്നത് ആ ഒരു സിൽവർ കളറാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഫെവിബോണ്ട് വെച്ചിട്ടൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ വന്ന സമയത്ത് കറക്റ്റ് നല്ലൊരു ക്രിസ്മസിൻ്റെ ആ ഒരു തീമിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു ഡെക്കറേഷൻസ് ഒന്നും നിങ്ങളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പേപ്പറിലോ അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലിറ്റർ ഷീറ്റിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ അല്ലാതെ നമ്മൾ വാൾ ഡെക്കർ ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെയും കൂടെ സ്റ്റിക്ക് ചെയ്യുമ്പോൾ അതിന് നല്ലൊരു ക്രിസ്മസിൻ്റെ ആ ഒരു തീം തന്നെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ലൊരു ക്യൂട്ടായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഡോറിലും ഒക്കെ ഹാങ് ചെയ്യാനായിട്ട് ചെറിയൊരു ലൂപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ബാക്കിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ചൂടുത്തട്ട് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെയും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ നല്ലൊരു നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ഫുള്ളായിട്ട് വേസ്റ്റ് മെറ്റീരിയൽ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു കാർഡ്ബോർഡും പിന്നെ അതുപോലെ ജൂട്ടഡും പഴയ ഫാബ്രിക് ഒക്കെയാണ്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇനിയിപ്പോൾ അങ്ങനെ കാർഡ്ബോർഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഐസ്ക്രീമിൻ്റെ ഒക്കെ ക്യാപ്പ് ഉണ്ടാവുമല്ലോ, ഫുഡൊക്കെ കൊണ്ടുവരുന്നൊക്കെ ബോക്സിൻ്റെ, അപ്പോൾ അതിൻ്റെയൊക്കെ ക്യാപ്പിലൊക്കെ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ പഴയ CD ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഇതുപോലെ ഇങ്ങനെ ഫാബ്രിക് ഒക്കെ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. നല്ലൊരു ഭംഗി തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ പഴയ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കിയാൽ ഏകദേശം ഈ ഒരു കളർ തീമിലൊക്കെ ഉള്ളത് ഷർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം വെച്ചിട്ട് 2 കുഞ്ഞൊരു ക്രാഫ്റ്റാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. രണ്ടും നല്ല ക്രിസ്മസിൻ്റെ ആ ഒരു തീമിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് നല്ലൊരു ക്യാൻഡിൽ ഹോൾഡറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ എൻ്റെ കയ്യിലൊരു കുഞ്ഞ് ക്യാൻഡിലുള്ളത്, അപ്പോൾ അതൊന്ന് ഞാൻ ജസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിൽ വലിയ ക്രിസ്മസിൻ്റെ ആ ഒരു തീമിലുള്ള ക്യാൻഡിൽസൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മൾ ബൾബ് വെച്ചിട്ട് സ്നോമാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു ക്രിസ്മസിൻ്റെ ആ ഒരു ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ വെച്ച് കൊടുത്താലും നല്ല ഭംഗിയുണ്ടാവും ടേബിളിലൊക്കെ വെച്ചാലൊക്കെ. അപ്പോൾ ഇന്നത്തെ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം വെച്ചിട്ടുള്ള ഒരു 2 ക്രിസ്മസ് ക്രാഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ള ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ക്രിസ്മസിൻ്റെ ആ ഒരു സീരീസിൽ 13 വീഡിയോ ഇന്നത്തേക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം വേസ്റ്റ് മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടേക്ക് കെയർ, ബൈ ബൈ.